നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൈറ്റ് ഹൗസ് മാധ്യമ പ്രവർത്തകരുടെ അത്താഴ വിരുന്നിനിടെ വെടിവയ്പുണ്ടായിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള അത്താഴ വിരുന്നിനിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെടിവയ്പുണ്ടായത്. അദ്ദേഹത്തെ സുരക്ഷിതമായി മാറ്റുകയുണ്ടായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും പ്രഥമ വനിത മെലാനിയെയും സീക്രട്ട് സർവീസ് സ്ഥലത്ത് നിന്നും ഒഴിപ്പിക്കുകയും ചെയ്തു. വെടിവയ്പ് നടത്തിയ അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ഈ പ്രതിയുടെ ചിത്രം ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിടുകയും ചെയ്തു. ഈ വ്യക്തിയാണ് പ്രതിയെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഒരു സുതാര്യത ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് അക്രമിയുടെ ചിത്രം പുറത്തുവിട്ടതെന്നാണ് പിന്നീട് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് പരിക്കേറ്റെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശനിയാഴ്ച രാത്രി, അതായത് US സമയം രാത്രിയോടെയാണ് അത്താഴ വിരുന്ന് നടന്നത്. ഈ വിരുന്നിൽ ട്രംപ് മാത്രമല്ല, ട്രംപിനൊപ്പം മറ്റ് പ്രധാന നേതാക്കൾ, അതുപോലെ തന്നെ മറ്റ് വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. പ്രമുഖരടക്കമുള്ള വ്യക്തികളുണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു വെടിയൊച്ച കേൾക്കുന്നതും ഉടൻ തന്നെ ട്രംപിനെ സുരക്ഷിതമായി അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ആർക്കും പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുകളില്ല. പക്ഷേ വെടിയൊച്ച കേൾക്കുന്നുണ്ട്. പിന്നാലെ ഇവരെല്ലാവരും ഭയപ്പെട്ട് മാറുന്നതും ഒളിക്കുന്നതും ഒക്കെ പുറത്തു വന്ന വീഡിയോയിൽ വ്യക്തമാണ്. വെടിയൊച്ച കേട്ടതോടെ ട്രംപിനെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ വളയുകയും ഉടൻ തന്നെ അദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് മാറ്റുകയും ചെയ്തു. അദ്ദേഹത്തെയും മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന മെലാനിയ, അതുപോലെ തന്നെ മറ്റു വ്യക്തികളെയും ഒക്കെ, പ്രമുഖരെയും അടക്കം സുരക്ഷിതമായിട്ട് മറ്റൊരിടത്തേക്ക് ഓടുന്നതും ഒളിപ്പിക്കുന്നതും മാറ്റുന്നതുമൊക്കെ ആ വീഡിയോയിൽ വ്യക്തമാണ്. 5 മുതൽ 8 തവണ വരെ വെടിയൊച്ച കേട്ടു എന്നാണ് ദൃക്സാക്ഷികളുടെ വെളിപ്പെടുത്തൽ. 100 കണക്കിന് മാധ്യമ പ്രവർത്തകരും പ്രമുഖരും അടക്കം രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഈ വിരുന്നിൽ പങ്കാളികളായിരുന്നു. എന്തായാലും വേദിയുടെ നിയന്ത്രണ സുരക്ഷാ ഉദ്യോഗസ്ഥരുടൻ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. ട്രംപ്, മെലാനിയ, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരുൾപ്പെടെയുള്ള പ്രധാനികളാണ് വേദിയിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു സീക്രട്ട് സർവീസ് ഏജന്റിനെ വളരെ അടുത്ത് നിന്ന് അക്രമി വെടിവെച്ചിട്ടു എന്നാണ്. അദ്ദേഹത്തോട് ഇപ്പോൾ സംസാരിച്ചു. ആ വ്യക്തി, വെടിയേറ്റ സീക്രട്ട് ഏജന്റിന് അല്ലെങ്കിൽ സീക്രട്ട് ഉദ്യോഗസ്ഥന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണ് എന്നും ട്രംപ് വ്യക്തമാക്കി. എൻ്റെ ഓഫീസർ, അതായത് ആ ഓഫീസർ വളരെ ധൈര്യശാലിയാണ് എന്ന് ട്രംപ് ആ ഉദ്യോഗസ്ഥനെ പ്രശംസിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിനോട് ആദരവുണ്ട്. ആദ്യമായല്ല തനിക്ക് നേരെ ഇത്തരത്തിൽ അക്രമം ഉണ്ടാകുന്നതെന്നും ട്രംപ് എടുത്തു പറഞ്ഞു. പെൻസിൽവാനിയയിലും പാം ബീച്ചിലും തനിക്ക് നേരെ ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി. ഇപ്പോൾ അറസ്റ്റിലായ അക്രമി അസുഖബാധിതനായ ഒരാളാണെന്ന് സംശയിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഈ വെടിവയ്പ് ഉണ്ടായതിന് പിന്നാലെ അത്താഴ വിരുന്ന് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും അത്താഴ വിരുന്നിനിടെയാണ് ഈ ഒരു വെടിവയ്പ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ തുടരുക വളരെ വെല്ലുവിളി നിറഞ്ഞതായതുകൊണ്ട് തന്നെയാണ് അത്താഴ വിരുന്ന് മാറ്റിവെച്ചത്. 5 മുതൽ 8 തവണ വരെ വെടിവെച്ച കേട്ടു എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ട്രംപ്, മെലാനിയ, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവർ ഉൾപ്പെടെ പ്രമുഖരുള്ള ഒരു വേദിയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെടിവെച്ച ഉണ്ടായത്. അതേസമയം വൈറ്റ് ഹൗസിൽ മാധ്യമ പ്രവർത്തകർക്കായി ഒരുക്കിയ അത്താഴ വിരുന്നിന് മുമ്പായി പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് നടത്തിയ ഒരു പ്രതികരണവും ഇപ്പോൾ വളരെയധികം ചർച്ചയാവുകയാണ്. കരോലിൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇന്ന് രാത്രി ചില വെടിയൊച്ചകൾ മുഴങ്ങുമെന്നായിരുന്നു ലെവിറ്റ് ഫോക്സ് ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞിരുന്നത്. തൊട്ടു പിന്നാലെയാണ് അത്താഴ വിരുന്ന് നടക്കുന്ന വൈറ്റ് ഹൗസ് ഹിൽട്ടൺ ഹാളിനുള്ളിലേക്ക് തോക്കുധാരി അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുന്നതും വെടിയുതിർക്കുന്നതും. കരോലിൻ ഇത് അറിഞ്ഞിരുന്നോ? അപ്പോൾ അത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഇതെടുത്തില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ഉയരുന്നുണ്ട്. പരിപാടിയിൽ ട്രംപിന് പ്രസംഗിക്കാൻ എഴുതി നൽകിയ ചില കാര്യങ്ങളെക്കുറിച്ചായിരുന്നു കരോലിൻ ലെവിറ്റ് മാധ്യമപ്രവർത്തകർ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ ആ പ്രതികരണത്തിലെ വെടിവെച്ച ഇത്തരത്തിൽ ഒന്നാകുമായിരുന്നെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ലെവിറ്റിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ട്രംപ് ഇന്നൊരു ഗർജനത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ രാത്രിയിലെ പ്രസംഗം ക്ലാസിക് ഡൊണാൾഡ് ട്രംപിൻ്റെതായിരിക്കും. അത് രസകരമായിരിക്കും, വിനോദകരമായിരിക്കും. ഇന്ന് രാത്രി ഹാളിൽ ചില വെടിയൊച്ചകൾ മുഴങ്ങും. അതിനാൽ എല്ലാവരും ഇത് കേൾക്കണം. ഇത് വളരെ മികച്ചതായിരിക്കും എന്നാണ് ഇവർ പറഞ്ഞത്. അതായത് ട്രംപിൻ്റെ വാക്കുകൾ ഒരു വെടിയൊച്ച പോലെ മുഴങ്ങുമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അത് ചില വാക്കുകൾ അറം പറ്റുമെന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ആ ഒരു വിശേഷണം. അതായത് ട്രംപ് ഇന്ന് ഇത്തരത്തിൽ ശക്തമായി സംസാരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗർജനം പോലെയായിരിക്കും, വെടിയൊച്ച പോലെ അത് മുഴങ്ങും എന്നൊക്കെയാണ് ലെവിറ്റ് പറഞ്ഞത്. പക്ഷെ അത് അസ്ഥാനത്തായിപ്പോയി. അത് യഥാർത്ഥ വെടിയൊച്ചയായി മാറിയിരിക്കുകയാണ്. ട്രംപ് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി നൽകിയതാണോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അതിൻ്റെ ക്രെഡിറ്റ് തനിക്ക് എടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളുടെ വലിയ പങ്ക് അതിലുണ്ടെന്നുമായിരുന്നു പ്രസ് സെക്രട്ടറിയുടെ മറുപടി. പരിപാടി തുടങ്ങുന്നതിനിടെയാണ് ഏവരെയും പരിഭ്രാന്തരാക്കി വെടിയൊച്ച കേൾക്കുന്നത്. കാലിഫോർണിയ ടോറസിൽ നിന്നുള്ള കോൾ തോമസ് അലൻ എന്ന 31-കാരനാണ് അക്രമി. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. ഒരു സീക്രട്ട് സർവീസ് ഏജന്റിനും വെടിയേറ്റു, പരിക്ക് ഗുരുതരമല്ല. സുരക്ഷാ
ഉദ്യോഗസ്ഥൻ കീഴ്പ്പെടുത്തി നിലത്ത് കിടത്തി ആക്രമിയുടെ ചിത്രം ട്രംപ് തന്നെയാണ് പുറത്തുവിട്ടത്. സുരക്ഷാ ചെക്ക് പോയിന്റിലൂടെ അക്രമി അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. പ്രതിയുടെ കയ്യിൽ ഒന്നിലധികം ആയുധങ്ങൾ ഉണ്ടായിരുന്നതായാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത്രയും വലിയ സുരക്ഷ നൽകുന്ന അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു വേദിയിലേക്ക് ഇത്രയും അധികം ആയുധങ്ങളുമായി ഒരാൾ വന്നു എന്നത് തന്നെ എത്രത്തോളം സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതിന് ഉദാഹരണമാണ്. എന്തായാലും സീക്രട്ട് സർവീസ് ഏജന്റിന് വെടിയേറ്റെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചത് കൊണ്ടാണ് വ്യക്തിക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ആയുധങ്ങളുമായി അക്രമി സെക്യൂരിറ്റി ചെക്ക് പോയിന്റിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. സീക്രട്ട് സർവീസിലെ ധീരരായ ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയെ കീഴടക്കുകയായിരുന്നു. ഒരു ഓഫീസർക്ക് വെടിയേറ്റെങ്കിലും ആ വ്യക്തി രക്ഷപ്പെടുകയുണ്ടായി. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് അതിൻ്റെ ജോലി കൃത്യമായി ചെയ്തു, അതായത് അത് രക്ഷിച്ചു ആ വ്യക്തി എന്നാണ് ട്രംപ് പറഞ്ഞത്. ആ ഓഫീസറുമായി സംസാരിച്ചു, അയാൾ സുഖമായിരിക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. അക്രമി ഒറ്റയ്ക്കാണ് എത്തിയത്. വിരുന്ന് നടക്കുന്ന ഹോളിലേക്ക് പ്രതിക്ക് കയറാനായില്ല. സുരക്ഷാ കാരണങ്ങളാൽ നിർത്തിവെച്ച വിരുന്ന് മറ്റൊരു ദിവസം നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപിനെതിരെ ഇത്തരത്തിൽ ആക്രമണ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല. നേരത്തെയും അദ്ദേഹത്തെ പൊതുവേദിയിൽ വെച്ച് കൊലപ്പെടുത്താനുള്ള പല നീക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ വെടിയുതിർത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ട്രംപിന് നേരെയുള്ള ഈ ഇത്തരത്തിലുള്ള കൊലപാതക ശ്രമം, ആക്രമണ ശ്രമം അത് ആദ്യത്തെ സംഭവമല്ല. പക്ഷേ അദ്ദേഹം രക്ഷപ്പെടുന്നുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.